മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഇനി കുറച്ച് രാഷ്ട്രീയം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് മാതൃഭൂമി പത്രത്തിൽ നല്ല വിചിത്രമായിട്ടുള്ള ചിത്രങ്ങളും വാർത്തകളും വരുന്നുണ്ട്. ബംഗാളിലെ കോൺഗ്രസ്സുകാരും CPM-കാരും തമ്മിൽ ചേർന്ന് രാഹുൽ ഗാന്ധിയെ യെച്ചൂരി മാലയിടുന്നത് ഒരു കാർട്ടൂൺ. യഥാർത്ഥത്തിലുള്ള ചിത്രം ഇന്നലെ മാതൃഭൂമിയിൽ വന്നത് കഴിഞ്ഞ 40 വർഷമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാത്രം വോട്ട് ചെയ്ത ഒരാള് കരഞ്ഞുകൊണ്ട് ദുഃഖത്തോടുകൂടി അയാളുടെ ആജന്മശത്രുവായ കോൺഗ്രസ്സുകാരന് വോട്ട് ചെയ്യേണ്ടി വരുന്നത്. അതേപോലെ ഇന്നലത്തെ തന്നെ പത്രത്തില് രാഹുൽ ഗാന്ധി മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവിന് നാരങ്ങാവെള്ളം കൊടുക്കുന്നത്, ഇതൊക്കെ കണ്ടപ്പോ ഈ കേരളത്തില് അച്യുതാനന്ദനും പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനുമൊക്കെ മൂല്യാധിഷ്ഠിത രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുമ്പോൾ ഒന്ന് മാത്രമേ തോന്നാറുള്ളൂ. വെറുതെയല്ല പുറ്റിങ്ങല് വെടിക്കെട്ടിൽ കുറെ പേര് മരിച്ചത്, വെറുതെയല്ല ഇപ്പോഴത്തെ ഈ സമ്മർ കാലത്ത് വേനൽക്കാലത്ത് ഇത്രയും ടെമ്പറേച്ചർ കൂടുന്നത്. ഈ അധർമ്മത്തിന്റെ പരമകാഷ്ഠയിലിരുന്ന് ഈ നാടിന്റെ നന്മകളെ എതിർക്കാൻ കമ്പ്യൂട്ടറിനെ ആജീവനാന്തം എതിർത്ത 92 വയസ്സായിട്ടുള്ള അച്യുതാനന്ദൻ ട്വിറ്ററിൽ ഷൈൻ ചെയ്യാൻ ഇവർക്കൊക്കെ തൂങ്ങി ചത്തൂടെ എന്ന് ചിലപ്പോൾ തോന്നാറുണ്ട്. ഏതിനെതിരാണോ ജീവിതം മുഴുവനും സമരം ചെയ്ത് കുളം തോണ്ടിയത്, ഫേസ്ബുക്കും ട്വിറ്ററും അതിലൂടെ മറുപടി കൊടുക്കലും എല്ലാം നടത്തുന്ന ഈ പിണറായി വിജയനെയും കോടിയേരി ബാലകൃഷ്ണനെയും അച്യുതാനന്ദനെയൊക്കെ കാണുമ്പോൾ ഇവരുടെയൊക്കെ പുറകില് തനി കഴുതകളെ പോലെ ഇപ്പോഴും അനുയായികൾ തലയ്ക്ക് സുഖമില്ലാതെ വെള്ളമടിച്ച് നടക്കുന്നുണ്ടല്ലോ ഈശ്വര എന്നിങ്ങനെ ആലോചിക്കാം. എന്തിനൊക്കെയാണോ ഇവർ എതിർത്തിരുന്നത്? വ്യവസായവൽക്കരണത്തിന് എതിർത്തു, കോർപ്പറേറ്റ് സംസ്കാരത്തിന് എതിർത്തു, വിഴിഞ്ഞത്തിന് എതിർത്തു, ഇവിടെ ക്രഷറിനെ എതിർത്തു, കൊയ്ത്ത് യന്ത്രത്തെ എടുത്തു, കൊയ്ത്ത് നടീലയന്ത്രത്തെ എതിർത്തു, തമിഴ്നാട് ജോലിക്കാരിവിടെ വരുന്നതിനെ എതിർത്തു. ഇങ്ങനെ എതിർക്കാൻ വേണ്ടി മാത്രം ജനിച്ച കുറെ നരകികള്, കംസന്റെയും രാവണന്റെയും തലമുറയിൽപ്പെട്ടതിങ്ങള് ഇപ്പൊ അവര് പറഞ്ഞതിന് നേരെ എതിരെ വികസനം 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 എന്ന് പറഞ്ഞ് നടക്കുമ്പോ കേരള ജനതയ്ക്കൊന്ന് പ്രതികരിച്ചൂടെ? ഈ മെയ് 16-ാം തീയതി എന്ത് ആരുമായിട്ട് കൂട്ടുകൂടാൻ ഒരു വിഷമവും ഇല്ലാതെ ജയിക്കണം, MLA ആവണം, മന്ത്രി ആവണം, ഇത്രയും കാലം എന്തൊക്കെയാണോ വിസർജിച്ചത് അത് തന്നെ തിരിച്ചു തിന്നാൻ ഒരു വിഷമവും ഇല്ലാത്ത പാചക കസർത്ത്. ഈ വിക്ടോറിയ കോളേജിലെ പ്രിൻസിപ്പാള് ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലറുടെ മിനി പതിപ്പായിരുന്നു അത്രേ. എന്നിട്ട് എന്തുകൊണ്ട് ഈ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ നടന്നതൊന്നും വിക്ടോറിയ കോളേജിൽ നടന്നില്ല? അതിന് MA ബേബിക്ക് ഉത്തരം പറയാനുണ്ടാവില്ല. എല്ലാ കുറുക്കന്മാരും കൂവുമ്പോ ബോധമുള്ള കുറുക്കനായിട്ടുള്ള ഡോക്ടർ തോമസ് ഐസക്കും MA ബേബിയൊക്കെ അതേപോലെ കൂവുന്നത് കാണുമ്പോൾ ഒരു പറ്റം ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കള് അല്ലെങ്കിൽ കുറുക്കന്റെ തോലിട്ട ചെന്നായ്ക്കള് ധർമ്മവും മൂല്യവും അതുപോലെ തന്നെ ടോളറൻസ് സഹിഷ്ണുതയുമെല്ലാം പറഞ്ഞുകൊണ്ട് നടക്കുമ്പോ ഈ നാടില് എങ്ങനെയാ മഴ പെയ്യ? ഈ നാടിലെങ്ങനെയാ തണുപ്പുണ്ടാവുക? ഈ നാടിൽ എങ്ങനെയാ അമ്പലത്തിലെ വെടിക്കെട്ടിന്റെ ഒപ്പം ഭക്തന്മാര് നൂറുകണക്കിന് മരിക്കാതിരിക്കുക? എങ്ങനെയാ ആന മതമിളകി കുറെ പേരെ കുത്തിക്കൊല്ലാതിരിക്കുക? അതിനേക്കാളും നികൃഷ്ടവും നീചവും നിന്ദ്യവുമായ രീതിയിൽ കുറെ നേതാക്കന്മാരും അവരുടെ പുറകെയുള്ള അനുയായികളും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ഈ രാഷ്ട്രം ഈ പരമദുഷ്ട ശക്തികളെ, അവസരവാദത്തിന്റെ പരമകാഷ്ഠയിൽ കൈകോർക്കുന്ന ശക്തികളെ തിരിച്ചറിയുമെന്ന് പ്രതീക്ഷിക്കാം. അല്ലേ നമുക്ക്? പ്രണാമം, നമസ്കാരം.